ഹായ് ഗായ്സ്, വെൽക്കം ടു റിതം ഓഫ് ലവ്. ഇന്ന് ഞങ്ങൾ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കാൻ എന്തൊക്കെ ഉണ്ടെന്ന്. ആദ്യം മേലിലാ എന്താ നോക്കുക, മൊത്തം കുളമാ നരച്ച് വെള്ളമാ. ബാക്ക് വാട്ടർ surrounded with fully water. കോമളി എന്നും ഞങ്ങൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്യാൻ പോവാണ്. കൊറേ ചിപ്സ് ഒക്കെ മേടിച്ച് ഞങ്ങള് ഗസ്റ്റിന്റെ കൂടെ തന്നില്ല. വിശക്കപ്പോ എല്ലാവർക്കും വിശക്കപ്പോ ഞങ്ങൾ തന്നു. ഓക്കെ, നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നെന്താ ഞങ്ങൾ കുടുംബസമേതം വന്നിരിക്കുന്ന ഒരു ബോട്ട് ഹൗസിലേക്ക്. ആലപ്പുഴയുടെ അടുത്തുള്ള ഒരു ബോട്ട് ഹൗസാണ് ഞങ്ങൾക്ക് ആദ്യമായി കണ്ടുപിടിച്ചത്. ഈ ബോട്ട് ഹൗസിൽ എന്തൊക്കെയുണ്ടെന്ന് അങ്ങനെ നോക്കാം. ഇതകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വിസ്താരം. ഹൈ, ചേച്ചി ഇവിടെ എന്താ ഇന്ന് മേക്കപ്പ് ഇടുന്ന? ആഹാ, പിള്ളേരുണ്ടല്ല. അതെ, ഞങ്ങൾ കുടുംബസമേതം വന്ന ബോട്ടാണെന്ന് പറഞ്ഞത്. ആൻഡ് ഇതാണ് ഞങ്ങളുടെ ബോട്ട് ഹൗസിലെ റൂം, ഞങ്ങളുടെ നല്ല ബോട്ട് ഹൗസിന്റെ റൂം. അങ്ങനെ വന്ന് നോക്കിയാൽ അതിൽ തന്നെ അത് എൻ്റെ പൊന്നോ, ബാത്റൂം എല്ലാം ഉണ്ടല്ല. അത് നല്ല സ്റ്റൈൽ ആൻഡ് ബാത്റൂം. അത് കഴിഞ്ഞ് വെളിയിലോട്ട് വന്ന് അതോ മക്കളെല്ലാവരും കൂടി ഇരുന്ന് കളിക്കുകയാണ്. AC ഉണ്ട്. അങ്ങനെ എല്ലാ പലതരം സംവിധാനങ്ങളും ഇതിനകത്ത് തന്നെ ഉണ്ട്. ആഹാ, ലൂഡോ കളിക്കാനാ? കളിക്കിട്ടാ. ഞങ്ങൾ ഈ ബോട്ട് ഹൗസിനെ കുറിച്ച് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. ഇങ്ങോട്ട് ഇറങ്ങി വന്ന ദാണ്ടി ചേച്ചി പിന്നെ മേക്ക്. അയ്യോ, ഫോട്ടോയ്ക്ക് റെഡിയാണ്. ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. അതിന് മുന്നേ ബോട്ട് ഹൗസിനെ കുറിച്ച് അറിഞ്ഞിരിക്കാം. ഇതാ ബോട്ട് നീങ്ങി തുടങ്ങി. ഞങ്ങളിങ്ങനെ വേമ്പനാട് കായലിലൂടെ അങ്ങനെ ഓരോ പാട്ടും പാടി അങ്ങനെ ഞങ്ങളുടെ ബോട്ട് പെരിയ നീങ്ങി തുടങ്ങി. ഏത് പാട്ട് പാടാം എന്ന് ആലോചിച്ചിരിക്കുമ്പോൾ കുട്ടനാടൻ കായലിലെ കൊച്ചു പെണ്ണെ കൊയിലാതെ പാട്ടൊന്ന് പാടടിക്കച്ച് കള്ളക്കുഴമ്പി. അയ്യോ, ലിറിക്സ് മറന്നുപോയിട്ടാ. ശരി, എന്തായാലും ബോട്ട് നീങ്ങി തുടങ്ങി. ഈ കാറ്റും കൊണ്ട് ഈ ബോട്ടിന്റെ മുന്നിൽ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാം. എന്താ സുഖം അല്ലേ? അതാ പലതരം ബോട്ടുകൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളും അതിൻ്റെ നേരെ ഇടയിൽ കൂടെ ബോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഓടിക്കുന്ന വേറെ ആരുമില്ല, ഞാനല്ല കേട്ടോ, വേറൊരു ചേട്ടനാ. ആ ചേട്ടനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഇവിടെ വന്ന് കയറി ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. എന്തായാലും കൊള്ളാം, അടിപൊളി, നല്ല വിഷ്വൽ അല്ലേ? അതാ നോക്കിയ ഒരു തെങ്ങ്, വെള്ളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന തെങ്ങ് കാണാൻ എന്താ ഭംഗി. ഇവിടെ ഇരുന്നൊരു കവിത എഴുതാൻ തോന്നുന്നു. എന്തായാലും അടുത്ത ബ്ലോഗിൽ ഞാൻ ഒരു കവിത എഴുതുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചുതരാം. ഇപ്പം തൽക്കാലം ഞാൻ പറയുന്ന ഈ സംഭാഷണം വന്നല്ല നമ്മുടെ മക്കളെ. ഇവിടെ ഉണ്ടാ സുഖല്ലേ? അതൊക്കെ ഉണ്ടാ. അടുത്ത ബോട്ടിൽ പോകുന്ന ബോട്ടിനുള്ള ടാറ്റ കാണിച്ചോണ്ടിരിക്കുക. അവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും പറയാതിരുന്നാ ശരി. ആഹാ, ഇവിടെ എന്താ ചെയ്യണേ? ഫോട്ടോ പോസ്. തുടങ്ങി, ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഇതാ ഒരു ബോട്ട് നമ്മൾ നമുക്ക് നേരെ വന്നോണ്ടിരിക്കുന്നത്. ഇത് എങ്ങോട്ടുള്ള വരവാ ദൈവമേ? അല്ലല്ല, നമ്മൾ സൈഡ് കൊടുത്ത് റൈറ്റ് എടുത്തിട്ടാ. കുഴപ്പമില്ല. പിന്നെയും ടാറ്റ. അവിടുന്ന് ടാറ്റ തരുന്നുണ്ട്. സന്തോഷം. കൊള്ളാം. അങ്ങനെ യാത്ര. ഈ ചേട്ടനാണ് നമ്മുടെ ബോട്ട് ഓടിച്ചോണ്ടിരിക്കുന്നത്. ചുമ്മാ അങ്ങോട്ടേക്കോട്ട് തിരിച്ചാൽ മതിയെന്നാ തോന്നുന്നത്. ഇതിന് ഹോണൊന്നും ഇല്ലേ? കയ്യിന് ആ സൈഡിൽ കണ്ടില്ല, അതാ ബ്രേക്ക്. അങ്ങനെ ഞങ്ങൾ സ്പീഡായിട്ട് ബോട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊരു ടൈം ലാപ്സ് വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തതാണ്. കൊള്ളാന്ന് കണ്ടിട്ട് പറ. 4 വീഡിയോ അല്ല കേട്ടോ, മൊത്തം ഒരു വീഡിയോ. നടുക്കൊരു കമ്പി ഒന്ന് പോയി. ആ കമ്പി അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് അത് അങ്ങനെ വെച്ചു. എന്താ ഒരു ചേട്ടൻ സ്വീറ്റ് ബോട്ടിൽ പോയത്, ഞങ്ങളും ആ സ്വീറ്റ് ബോട്ടിൽ പോവും. കണ്ടോണം നിങ്ങൾ. എന്താ വിഷ്വൽസ് അല്ലേ? ഇവിടെ വന്നാൽ ഇവിടെ ഒരു 10 രൂപ സിനിമ എടുക്കാം. ഇതാ കണ്ടില്ലേ, ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ടല്ല. ഞങ്ങൾ ഫോട്ടോസും എടുക്കാൻ തുടങ്ങി. അടിപ്പൻ വിഷ്വൽസാ. പക്ഷെ എന്തൊക്കെയായാലും ഇങ്ങനെ കുറച്ചേനെ കാറ്റ് കൊണ്ടിരിക്കാൻ എന്താ സുഖം. ഈ സുഖം നമുക്ക് എവിടെയും കിട്ടില്ല. പക്ഷെ ഒരു കാര്യം, ഒരു 2-3 മണിക്കൂറിന് ശേഷം ചേട്ടാ ഇതെങ്ങോട്ടായി പോണേ? അയ്യോ, ഇയാളെപ്പോഴാ വണ്ടി ഓടിക്കാൻ തോന്നിയ? ഓടിച്ചിരുന്ന ചേട്ടനോടെ. ഹലോ, ചേട്ടനോ വല്ലതും അറിയാവോ? ചേട്ടാ എന്താ ചേട്ടാ ചെയ്യണേ? അയ്യോ, ഇത് എങ്ങോട്ട് പോയി ചേരുവെന്തോ. ഓടിച്ചിരുന്ന ചേട്ടന് വെള്ളത്തിലെങ്ങാനും മുങ്ങിപ്പോയാ?
നോട്ട് ചെയ്തു. ഇത് ഓ ബോട്ട് നീങ്ങുന്നില്ലല്ല. ഏ അപ്പൊ ഇയാളെന്താ ഈ കാണിക്കണേ? അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ബോട്ട് അവിടെ നിൽക്കുക, ഇയാളെന്താ ഈ ഹോണടിക്കണം? അയ്യോ പേടിക്കുന്ന പോലെ കാണിക്കും ചേട്ടാ. ചേട്ടൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുവാണല്ലേ? ഇങ്ങനെയൊന്നും അല്ല. ആ ആ ആ അതെ 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 കൊള്ളാം. എന്തായാലും നടക്കട്ടെ. അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി. ഞാൻ പേടിച്ചു, എനിക്ക് ജീവൻ പോയി. ഈ ചേട്ടനാണ് ഇനി ബോട്ട് ഓടിക്കുന്ന. കൊള്ളാം കൊള്ളാം, നടക്കട്ടെ. ചേട്ടാ ഇതിന്റെ ബ്രേക്ക് എവിടാന്ന് വല്ല ഐഡിയ ഉണ്ടോ? ആ ഇതെങ്ങോട്ടാ? അയ്യോ സ്പീഡ് ബോട്ടിൽ പോകാൻ പോയ ചേച്ചിമാരെ. ജാക്കറ്റ് ഒക്കെ ഇടുന്നു. വാട്ടർ പ്രൂഫ് ജാക്കറ്റ് അല്ല, ഇതിനെന്തോ പറയുമല്ലോ, രക്ഷാകവചോ അങ്ങനെ എന്തോ. ആ എന്തായാലും സ്പീഡ് ബോട്ട്. ആ ഇതാ തിരിച്ചല്ല. ടാറ്റാ ബൈ ബൈ, എളുപ്പം വരണേ. അയ്യോ എന്താ സ്പീഡ്! അവരുടെ അവസ്ഥ എന്താവുമോ എന്തോ തോണ്ട്. എവിടെ പോയെന്ന് കാണാനില്ലല്ലോ. കണ്ടപ്പോ ദൂരത്ത് പോയി. എന്റെ പൊന്നെ തോണ്ട് വരുന്നു. അയ്യോ ജീവൻ പോവല്ല ഈ സ്പീഡിൽ പോയാ. എന്താ പറയാ. എന്തായാലും നമ്മൾ കുറച്ച് വീഡിയോസ് കാണാം. ദാണ്ട് ബോട്ടിനകത്ത് വീഡിയോയോ കൊച്ച മൊബൈൽ എങ്ങാനും കയ്യിൽ നിന്ന് വിട്ടുപോയോ അതിന്റെ ഒരു കുന്തവും കിട്ടത്തില്ല. എന്താ ചേച്ചി നല്ല ചിരിയാണല്ല, പേടിയോടുള്ള ചിരി. ആ മുഖം കാണുമ്പോൾ അറിയാം പേടിയില്ലെന്ന്. ചേച്ചിയുടെ കാര്യം പിന്നെ പറയണ്ട. ഓ നല്ല ചിരി. ആഹാ രണ്ടൊരു പുറയുണ്ടല്ലോ. എന്താ തംസ് ഡൗൺ കാണിക്കുന്നേ? ചേച്ചിക്കാണെ പേടി കൊണ്ട് ഒരു സൈഡ് ചരിഞ്ഞു പോയെന്ന് തോന്നുന്നു. ഒരു ഫോട്ടോസ് കാണാം നമുക്കതുവരെ. ആഹാ എന്താ ലുക്ക്, റൊമാൻറ്റിക് ലുക്ക്. ആഹാ ചേച്ചി ചേച്ചി വന്നു. അല്ല ഇതെന്താ ഇത്? ആഹാ ചേച്ചിയും പിള്ളേരും. ചേട്ടനും ചേച്ചി. നല്ല ഫോട്ടോ നല്ല ഫോട്ടോ. ആഹാ ചേച്ചി ഒന്ന് ചിരിച്ചിരുന്ന ചേച്ചിയോട് നല്ലിരുന്നു. ഇതൊന്ന് ചാഞ്ഞു പോയോ? അല്ല ചേട്ടാ എന്താ സംഭവം പിടികിട്ടിയില്ല. ഓഹോ ഫോട്ടോക്ക്. ഓ ഇത് ഈ അറിയാതിരിക്കുക എന്താ ഇതിന് പറയുന്നേ? അറിയാതിരിക്കുമ്പോൾ ഫോട്ടോ എടുക്കുന്നതിന്. ക്യാൻഡിഡ് ഫോട്ടോസാണ് പോലും. ചേട്ടൻ ക്യാൻഡിഡ് പോസ് ഇറക്കിയതാ. ആഹാ എന്താ ഫാമിലി. ആഹാ ഇതും പോലല്ല, നല്ലൊരു ഫാമിലി. കൊച്ചു കുടുംബം, ഇരട്ട കുട്ടികളുടെ കൊച്ചു കുടുംബം എന്ന് പറയാം. ആഹാ താണ്ടൊരു ചേട്ടൻ ചേച്ചിയും കൊള്ളാല, കളർഫുള്ളായിട്ടുണ്ട് കേട്ടാ. ആഹാ ഇത് ഫോട്ടോ റിപ്പീറ്റ് ആണല്ലോ. ഇതും കൊള്ളാം ഇതും കൊള്ളാം നല്ല താണ്ട അടുത്ത ഫാമിലി, ചേട്ടനും ചേച്ചിയും പിള്ളേരും എല്ലാരും ഉണ്ട്. അടിപൊളി. കണ്ട പിള്ളേർ കൂട്ടം. ചേച്ചി ഉണ്ട് കേട്ടാ. ആഹാ ഇതുകൊണ്ട് ചേട്ടനും ചേച്ചിയും. ഇതോ വന്നാ ഹൗസ് ബോട്ടിൽ പോയവർ ഇപ്പോഴാ തിരിച്ചു വന്നേട്ടാ. നമ്മൾ ഫോട്ടോ കണ്ടോണ്ടിരുന്ന നേരെ കൊണ്ട് അവര് ഹൗസ് ബോട്ടെല്ലാം ഓടിച്ചു കഴിഞ്ഞ് ദാണ്ട് തിരികെ വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി മേലിൽ വന്നു കഴിഞ്ഞ് അവരുടെ ഇപ്പൊ പേടിയില്ലെന്നേ പറയത്തുള്ളൂ. എന്തായാലും ഇറങ്ങിയിട്ട് പേടി ഉണ്ടെന്ന് പറഞ്ഞ ചമ്മത്തില്ലേ, അതുകൊണ്ട് പേടിയില്ല. നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു, ഫിറ്റഡ് ആയിരുന്നു എന്ന് പറയും. ഉള്ള പേടിയെല്ലാം ആ ബോട്ടിൽ തന്നെ തീർത്തിട്ടായിരിക്കും കയറി വരുന്നത്. ഇനി എന്തൊക്കെ കേൾക്കണമോ എന്തോ. കുറച്ചു നേരം അവരുടെ കഥ കേൾക്കണം. ഹൗസ് ബോട്ട് അങ്ങനെ ഇരുന്നു എന്ന് പറഞ്ഞ് കുറെ പറയും. അതെല്ലാം നമുക്ക് കേട്ടല്ലേ പറ്റൂ. കണ്ട എന്നോട് വേറെയും കുറെ ഫോട്ടോസ് കണ്ട. വണ്ടി ഓടിക്കുന്നുണ്ട ചേട്ടൻ, എങ്ങനെ ഉണ്ടെന്ന് ക്യാൻഡിഡ് ഫോട്ടോസ്. ചേട്ടനും പോയാ ഹൗസ് ബോട്ടിക്കുള്ള. പിന്നെ ബാക്കിയുള്ള ഫോട്ടോസ്, ഈ ഫോട്ടോസ് റിപ്പീറ്റ് ആണേ. രണ്ട് ചേച്ചിമാര് ഇരട്ടകള്. ആഹാ കൊള്ളല്ലേ. അമ്മയും മോളും കണ്ടാ പറയും ജെറോക്സ് കോപ്പിയാണ്. ആഹാ രണ്ട് ചേച്ചിമാര് കണ്ണുടഞ്ഞു പോയി. പക്ഷെ ചേച്ചിയുടെ എന്താ സുഖം. ഇത് ബോട്ട് പോലെ ഇല്ലട്ടാ. അമ്മയും മോനും ദാണ്ട് ചേച്ചി ഓടിക്കാൻ മുടങ്ങിയ ചേട്ടാ വേണ്ടായിരുന്നു. ഹൗസ് ബോട്ട് സ്റ്റഡീസ്, സ്പീഡ് ബോട്ട് സ്റ്റഡീസ്. ആഹാ നല്ല ഫോട്ടോ. ഇതും കൊള്ളാലോ. എന്തിയെ പാതി ബോട്ട് കാണുന്നില്ല. ആഹാ കൊച്ച് കലക്കല്ല. ഇതെവിടെ എന്താ ഈ ഫോട്ടോ എടുത്തേ? എന്തോ ആവട്ടെ. ദാണ്ടൊരു കുടുംബം. ആഹാ പിന്നെയും ഫോട്ടോ അങ്ങനെ കുറേ ഫോട്ടോയ്ക്ക് മേലെ ഫോട്ടോ. അങ്ങനെ ഫോട്ടോകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കിടിലൻ സ്കേസ്. കാര്യം ചായയുടെ ബോട്ട് ഹൗസ് ഒരു സൈഡിലേക്ക് ചാഞ്ഞു പോവും. ആഹാ ഇതാ ടാറ്റ കൊടുക്കുമ്പോൾ എടുത്ത ഫോട്ടോസ് അല്ലേ? ചേച്ചി ഇരുന്നാ കൊള്ളാല. എന്താ ഫാമിലി സ്റ്റില്ലല്ലേ? ഹാ ഇതോ അടിപൊളി. കൊള്ളാം ബോട്ടിന്റെ മേലെ കയറി ഇന്ന് എടുക്കാൻ തുടങ്ങി. ഡ്രൈവർ എന്ത് ചെയ്യുവാനോ എന്തോ. ദാണ്ട് പിന്നെയും ഫോട്ടോസ്.
ഉഫ്. ആ, എന്നെ വിട്ടിട്ട് കഴിക്കാൻ തുടങ്ങിയ കൊള്ളാല. കണ്ട എന്തൊക്കെയുണ്ടത്? ഫ്രൈസ്, ചിക്കൻ കറി. ഇതെന്തോന്ന് ചേച്ചി? കോഴിയോ? അല്ല, മീന്, പൊരിച്ച മീന്, മീൻ പൊള്ളിച്ചത്, പച്ച ചോറ്, പൈനാപ്പിള്. ഉഫ്, എന്ന് വേണ്ട. ഓ, കഴിക്കുമ്പോ പന്നിക്ക് ചെവിയില്ലെന്നല്ലേ? പന്നിയുടെ കാര്യമല്ലേ അല്ലേ? ഇവിടെ ആർക്കും ചെവിയില്ല. വേണ്ട, ഉടനെ കഴിച്ചു കഴിഞ്ഞ ഉടനെ ഐസ്ക്രീം. ഏത് ചേട്ടൻ? ഓ, അങ്ങ് പോയി. ആ, ഓക്കെ ഓക്കെ, അങ്ങ് പോയി ചേട്ടൻ. ഐസ്ക്രീം മേടിച്ചാൽ ഞാനും പോയി ഒരു ഐസ്ക്രീം വാങ്ങണം. ഐസ്ക്രീം കൊണ്ടുവന്ന ചേട്ടന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി, ഖേദിക്കുന്നു. എന്തായാലും അങ്ങ് പോകുന്ന ചേട്ടൻ ഐസ്ക്രീം തന്നിട്ട് പോയി. നല്ലത്. ഉഫ്. ഇനി കുറച്ചുകൂടെ ഫോട്ടോസ് കാണാം. ബാക്കിയുള്ള ഫോട്ടോസ് ഹൗസ് ബോട്ട് ഫോട്ടോസ്. ഇതാണ് ചേട്ടൻ്റെ അനൻ്റെ ഫോട്ടോസ്. ആൻഡ് ഇത് നമ്മുടെ ചേച്ചിമാരുടെ ഫോട്ടോസ്. ഇത് നമ്മുടെ മിച്ചു ചേച്ചിയുടെ ഫോട്ടോ. ആൻഡ് ആഹാ, എന്താ രസം. ഫോളോ ഫോട്ടോസേ. ഹസ്ബൻഡ് എവിടെ? ആ, ചേട്ടനുണ്ടോ ഇവിടെ? ചേട്ടനെ കണ്ടില്ല. ചേട്ടനും ഉണ്ടായിരുന്ന. എന്താ ലുക്ക്. ഇതാണ് ചേച്ചിയും വന്നല്ല. കൊള്ളല. ചേച്ചിയും പിള്ളേരും അങ്ങനെ കുറെ പേര്. അങ്ങനെ നമ്മുടെ ഹൗസ് ബോട്ട് ഒരു അവസാനത്തിൽ വന്നു തീരുന്നു നിൽക്കുകയാണ്. ലാസ്റ്റ് ഇവിടെ തന്നെ എത്തി. ഇനി നേരെ പോയി വീട്ടിൽ പോവുക. ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ്. അതാ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പ്ലീസ്. പിന്നെ ഉറപ്പായിട്ട് ഇവിടെ വരണം. ഇതാണ് ആലപ്പുഴ. ഒരെണ്ണം ബോട്ട് ഹൗസ് അടിച്ചു കൊടുക്കാം. ബൈ. ഓക്കെ സുഹൃത്തുക്കളെ, കുട്ടി പറഞ്ഞ പോലെ നമ്മൾ അടുത്തൊരു ബ്ലോഗിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവരുടെ കയ്യിൽ നിന്നും ഒരു ബൈ ബൈ. എല്ലാവർക്കും ഒരു ബൈ ബൈ. ഞങ്ങൾ ഇച്ചിരി നേരം കൂടെ ഇവിടെ നിന്ന് ഈ ബോട്ടിൻ്റെ സ്റ്റിൽസ് ഒക്കെ കണ്ടിട്ട് ഇച്ചിരൂടെ പറ്റിയ സ്റ്റിൽസ് എടുത്തിട്ട് അടുത്ത ബ്ലോഗിൽ മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. വിത്ത് ഓഫ് ലവ്. നമ്മുടെ ലവ് തുടരട്ടെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. ഓക്കെ, ബൈ.